ഇങ്ങനെ. അതുകൊണ്ട് എല്ലാ അദബുകളെയും പരിഗണിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. ദുഃഖത്തിന്റെ ഏക പരിഹാര മാർഗം ദുആയാണ്. വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഏറ്റവും വലിയ പരിഹാര മാർഗമാകുന്നു ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3 ചോദിച്ചതിന് കൂലി തരിക. ദുആന്റെ ഇജാബത്ത് 3 എണ്ണാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക. പടച്ചോനെ എന്റെ പെരപ്പണി പൂർത്തിയാക്കി തരണേ, 1ാമത്തെ ഇജാബത്ത് പൂർത്തിയാക്കി തരിക. 2ാമത്തെ ഇജാബത്ത് അതിനേക്കാൾ ഖൈറായത് തരിക. പൂർത്തിയായതൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സ്ഥലം നല്ലൊരു പേരും വേറെ കിട്ടി, അതൊരു ഇജാബത്താണ്. 3ാമത്തെ ഒരു ഇജാബത്തുണ്ട്. ചോദിച്ചത് അതേമാതിരി തരാന് അള്ളാനെ തന്നെ വേണമെന്നൊന്നുമില്ല, കാദറാജിനെ കൊണ്ടും പറ്റും. മൂപ്പരത്ത് പൈസ ഉണ്ട്, 1000 റുപ്യ ചോദിച്ചു വേടുത്തു തന്നു. ചോദിച്ചതിനേക്കാൾ നന്നാക്കി തരാന് അംസക്കുട്ടിയാജിനെ കൊണ്ടും പറ്റും. അതേ സമയത്ത് ചോദിച്ചതിന് കൂലി തരാൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദുആയിൽ പ്രതീക്ഷിക്കേണ്ടത് 3ാമത്തതാണ്. അത് അള്ളാനെ കൊണ്ട് മാത്രം പറ്റുന്നതാണ്. ദ്വാരന്നതിന് കൂലി തരാ എന്ന് പറയണത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദ്വാരക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നത്. പടച്ചോനെ എന്താ കാട്ട റബ്ബേ, 5 നേരം സുബഹി നിസ്കരിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല, ദ്വാരക്കന്നെ എന്നിട്ട് തീരുന്നില്ല. അപ്പുറത്തെ മറ്റോണ്ടല്ലോ, ഓനെ കേക്കോട്ട് ഉന്തിയാ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേക്ക് മറിഞ്ഞിട്ടേ വിഗുള്ളൂ. ഓന് തട്ടുമല തട്ടിട്ടു. എന്തിനാ റബ്ബേ എന്നെ ഇങ്ങനെ ആക്കണത് എന്ന് തോന്നല് മാറണമെങ്കിൽ ദുആന്റെ ഇജാബത്ത് 3 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാവണം. 1 ചോദിച്ച മാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3ാമത്തത് ചോദിച്ചതിന് കൂലി തരിക. അതിനാണ് ശരിക്കും അള്ളാഹു തരാൻ ആവശ്യമുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ദുആന്റെ ഏറ്റവും വലിയ ഇജാബത്ത്. ഇങ്ങളിനോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിനോട് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളിനോട് ചോദിച്ചോളി ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തരാനുള്ളോൻ പറഞ്ഞതാണ്. തരുന്ന് പറഞ്ഞാൽ തരുണോൻ പറഞ്ഞ തന്നെയാണ് നിങ്ങളിനോട് ചോദിച്ചോളി ഞാൻ തരാന്ന്. പിന്നെന്താ പ്രശ്നം? ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല, ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് അവൻ പറഞ്ഞത് എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരാന്ന് പറഞ്ഞാൽ തരും. അതുകൊണ്ട് ദുആന്റെ